താരതമ്യേന ചെറിയ ചെടിച്ചട്ടിയിൽ കറുത്ത ചെടിച്ചട്ടി കണ്ടില്ലേ, അത് മറ്റേ ചെടിച്ചട്ടികൾക്കാളും ചെറുതാണ്. അതിൽ നട്ട തക്കാളി ചെടിയാണ് നന്നായിട്ട് വളരുന്നത്. തൊട്ടപ്പുറത്ത് ക്ലിയറായിട്ട് കാണുന്നില്ലെങ്കിലും ഒരു തക്കാളി ചെടി ഉണ്ടായിരുന്നു. അത് ഇതിലും വലിപ്പമുള്ള ആ 12 ഇഞ്ച് ചെടിച്ചട്ടിയിലുള്ളതാണ്. ഇതിനും ചിത്രകീടമൊക്കെ ഉണ്ട് കേട്ടോ. ഇലയിൽ ചിത്രം വരച്ച പോലെ കാണുന്നില്ലേ. പക്ഷേ ആദ്യത്തെ ഇലകളിലേ കണ്ടുള്ളൂ, പുതിയ ഇലകളിൽ അധികം കാണുന്നില്ല. ഞാൻ ഇടയ്ക്ക് വേപ്പെണ്ണ സ്പ്രേയും പിന്നെ ഓർഗാനിക് സ്പ്രേ ഒക്കെ അടിച്ച് കൊടുക്കാറുണ്ട്. വേപ്പം പിണ്ണാക്ക് കിടക്കിലും ഇട്ട് കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് എനിക്കറിയുന്നത്. ഇപ്പോൾ ഇതിനിപ്പോൾ ലേറ്റസ്റ്റ് ഇട്ട ആ പൊടി കാണുന്നില്ലേ, വെള്ളപ്പൊടി, അതാണ് എൻ്റെ മുട്ടത്തോട് പൊടിച്ചുണ്ടാക്കിയ വളം. അത് തക്കാളിക്കൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട്, മുളകിനൊക്കെ നല്ലതാണ്. നല്ലോണം പൊടിച്ച് മണ്ണിൽ കലർത്തുക ചെയ്യുന്നത്. പൊടിക്കാൻ നല്ല പണിയാണ്. മോർട്ടാർ ആൻഡ് പെസിൽ നമ്മളെ ലാബിൽ ഉപയോഗിച്ചിരുന്ന സാധനം ഉണ്ടല്ലോ, അതുപയോഗിച്ച് കുറേ നേരം കഷ്ടപ്പെട്ടാലാണ് മുട്ടത്തോട് പൊടിച്ച് കിട്ടുക. അതിനു മുമ്പ് അത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. നല്ല വെയിലെടുത്തിട്ട് ഉണക്കിയിട്ടാണ് മുട്ടത്തോട് പൊടിച്ചിട്ട് പിന്നെ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യണത് കായ്ക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഈ പറഞ്ഞ മാതിരി ഏത് ചെടി ഏത് ചെടിച്ചട്ടിയിലുള്ളതാണ് നന്നായി വളരുക എന്ന് പറയാൻ പറ്റില്ല. ചെറിയ ചെടിച്ചട്ടിയിലപ്പം നന്നായി വളരുന്നത്. പിന്നെ ഏതാണ് കായ്ക്കാന്നും പറയാൻ പറ്റില്ല. ചിലത് കായ്ക്കും ഭാഗ്യത്തിന്. ഇവിടെ ഇപ്പോൾ 3 ചെടികളാണ് ആകെപ്പാടെ കായ്ച്ച് കണ്ടത്. അതിൽ ഒരെണ്ണത്തിൽ ആകെ ഒരെണ്ണേ ഉണ്ടായുള്ളൂ. മറ്റേലിപ്പോൾ മൊത്തം 16 എണ്ണമായി തക്കാളി. വേറൊരെണ്ണത്തിലൊരു 3 തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താണല്ലോ, വളർച്ചയൊക്കെ ഉണ്ടാകും, നല്ല ഉഷാറ് വളർച്ചയാണ്. പൂമുട്ടൊക്കെ ആയിട്ടുണ്ട്. മുട്ടത വിടർന്നിട്ടില്ല. പൊട്ട് കാണാം, തലക്കിൽ നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. കൂടുതൽ കഴിയുന്നത്ര വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക.